തിരിച്ചടിക്ക് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയതിന് പിന്നാലെ ഇന്ത്യയുടെ വാർ ക്യാബിനറ്റ് ഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രത്യേക യോഗത്തിൽ പങ്കെടുത്തു. ദേശീയ സുരക്ഷാ അഡ്വൈസറി ബോർഡ് കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മുൻ റോ തലവൻ അലോക് ജോഷിയെ ചെയർമാനായി നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് നമുക്ക് എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്നു. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, അല്പസമയത്തിനകം തന്നെ 3 മണിയോടുകൂടി ഒരു ബ്രീഫിംഗ് ഉണ്ടാകും. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗം ചർച്ച ചെയ്തോ. ഒരു തിരിച്ചടിക്ക് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും എല്ലാത്തിനും ഇന്ത്യ സജ്ജം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഈ യോഗങ്ങളും നിർണായക കൂടിക്കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ. പ്രതീക്ഷ, ഈ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ചേരും. പക്ഷേ 3 മണി എന്നുള്ളത് കുറച്ചുകൂടി വൈകിപ്പിച്ചിട്ടുണ്ട്. ഇനി 4 മണിക്ക് ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 4 യോഗങ്ങൾ ഇന്ന് രാവിലെ 11 മണി മുതൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നിരുന്നു. അത് സുരക്ഷാ ഉപസമിതി യോഗമായിരുന്നു. അതിന് പിന്നാലെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. പിന്നാലെ സാമ്പത്തിക കാര്യ സമിതി യോഗം ചേർന്നു. ഇതിൻ്റെ എല്ലാം അവസാനം ഒരു പൂർണ്ണ ക്യാബിനറ്റ് സമിതി യോഗത്തിലൂടെയായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒരു പ്രത്യേക യോഗം കൂടി ചേർന്നതിന് ശേഷമാണ് ഇവരെല്ലാവരും പിരിഞ്ഞത്. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം തന്നെ ഈ യോഗങ്ങൾ, ഈ കൂടിക്കാഴ്ചകൾ നീണ്ടു നിന്നിരുന്നു. ചില സുപ്രധാന തീരുമാനങ്ങൾ എന്തായാലും ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അത് പലതും ആർമി ഡിപ്ലോയ്മെൻറ്റ്സ്, ഈ കരസേന ഡിപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചും എടുത്തുള്ള ചില തീരുമാനങ്ങളാണ്. അതടക്കം ഒരുപക്ഷെ 4 മണിക്കുള്ള ഈ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചേക്കാം. അതിനു പുറമെ പാകിസ്ഥാനെ സാമ്പത്തികമായി കൂടെ ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും ഇന്ത്യ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ ചില ഉപരോധങ്ങൾ, നയതന്ത്ര തലത്തിലുള്ള ചില നടപടികൾ നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ചില ഉപരോധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അടക്കം പാകിസ്ഥാന് മീതെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ ഇന്ത്യ കടന്നേക്കാം. എന്തായാലും അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനും ഇപ്പോൾ വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടിയാണ്, വാർത്ത കൂടിയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അർജുനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്. അങ്ങനെ തിരക്കിട്ട നീക്കങ്ങൾ, പലതരത്തിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും പാകിസ്ഥാനും തിരിച്ചടി നൽകുക എന്ന പോയിന്റിലേക്ക് എത്തുകയാണ് ഇന്ത്യ. നമ്മോടൊപ്പം എസ് ഡിന്നെ, മുൻ സൈനിക ഉദ്യോഗസ്ഥനും ഒപ്പം മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകനും ചേരുന്നുണ്ട്. ശ്രീ ഡിന്നെ, നോക്കൂ, ഇന്ന് ഡൽഹിയിൽ വളരെ സുപ്രധാനപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട സമിതിയുടെ യോഗം, പിന്നാലെ രാഷ്ട്രീയകാര്യ സമിതി, പിന്നീട് കൂടിക്കാഴ്ചകൾ, ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ തലവന്മാരൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഒരു രാജ്യം ഒരു അസാധാരണ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണോ ഇന്നത്തെ യോഗങ്ങളുടെ പ്രത്യേകത? സൈന്യത്തിന് കഴിഞ്ഞ ദിവസം പൂർണ്ണ അധികാരം നൽകുന്നു. പിന്നീട് സുപ്രധാന രീതിയിലുള്ള യോഗങ്ങളാണ് ചെയ്തത്. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ UN-ലടക്കമുള്ള ഇടപെടൽ, അവരെയൊക്കെ തന്നെ കാര്യങ്ങൾ, അത്തരം സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ രാജ്യം ഒരു യുദ്ധമുഖത്ത് എത്തുന്നു അല്ലേ ഡിന്നെ? കറക്റ്റാണ് പ്രജീഷ് അത് പറഞ്ഞത്. അതായത് ഇപ്പൊ നോക്കൂ, ഈ ഒരു സീരീസ് ഓഫ് മീറ്റിംഗ്സ്, അപ്പൊ ഇന്നലെ നടന്ന മീറ്റിംഗ് ആയാലും ശരി, പ്രധാനമന്ത്രി സൈനിക തലവന്മാരെ മാത്രമായിട്ട് കണ്ട ഒരു മീറ്റിംഗ്. ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമി, പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഫുൾ ക്യാബിനറ്റ് മീറ്റിംഗും നടന്നെന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതതല ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒരു മീറ്റിംഗ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഇനി എന്ത് നടപടിയാണെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ചില തീരുമാനങ്ങൾ ചെയ്ത് കാണും. ആ തീരുമാനങ്ങളെ മറ്റ് എല്ലാവരെയും അറിയിക്കുക, അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള കോർഡിനേഷൻ എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ തീരുമാനത്തിൽ ഏകദേശം ഫിക്സ് ചെയ്യുന്നുള്ള രീതിയിലേക്കാവാം. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു ക്രൈസിസ്, അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ക്രൈസിസ്, അതായത് നമ്മുടെ രാജ്യത്തെ അകത്ത് വന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്ത ഭീകരവാദി ഒരു ക്രൈസിസ് എന്നുള്ള നിലയിൽ അതിനെ നേരിടാനുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള എങ്ങനെയാണ് അതിന്റെ ആ മെക്കാനിസം ചലിക്കുന്നു എന്നും കൂടെ ആണ് ഇത് കാണുന്നത്. അല്ലാതെ ഇത് ഒരാൾ തീരുമാനിക്കുന്നു നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വ്യവസ്ഥയിൽ എങ്ങനെയാണോ ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഒരു കാര്യം ചോദിച്ചു, നമ്മൾ 99 ഒരു ലാർജ് സ്കെയിലുള്ള ഒരു യുദ്ധത്തിൽ കണ്ടത് 99 കാർഗിലുമായി ബന്ധപ്പെട്ട്. പിന്നീട് 2016 19 നോക്കിയാലും അവിടെ ഒരു തിരിച്ചടിയാണ് നൽകുന്നത്. അപ്പോൾ നമ്മളൊരു അന്നത്തെ ഇത്രയും ഒരു 2 പതിറ്റാണ്ട് മുൻപുള്ള 3 പതിറ്റാണ്ടോളം ആകുന്നു. അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളും
മാത്രമല്ല അവിടുത്തെ ആ ഒരു ഡെമോഗ്രഫി, ഈ പറയുന്ന മേഖല, പൂഞ്ച് രജൗരി പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറയാം ആ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഒരു ലാർജ് സ്കെയിലിലേക്ക് പോകാനാണോ സാധ്യത? അതല്ല, നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ തന്നെ വൈകാരികമായിട്ടൊരു തിരിച്ചടി രാജ്യം ഉണ്ടാകണമെന്ന് നമ്മുടെ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നടക്കമുള്ള കൂടുതൽ പരമാവധി രാഷ്ട്രങ്ങളും അങ്ങനെ ഒരു പിന്തുണ കൂടി നൽകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള സൈനിക നീക്കങ്ങൾ പോകുമായിരിക്കുന്നത്? ആരും ഇന്ന് രാജ്യത്ത് ഉള്ള ആരായാലും ശരി, അവർ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള ഒരു ആളും, അത് ഏറ്റവും ഹയസ്റ്റ് ലെവലായാലും ശരി, ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളായാലും ശരി, ആർക്കും യുദ്ധം വേണം എന്ന് ആർക്കും താല്പര്യമില്ല. പക്ഷേ ചില അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ രാജ്യത്ത് നടക്കുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നടപടി എടുത്തേ തീരും. ആ നടപടി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ നടപടി എടുത്ത ശേഷം പിന്നീട് പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ പിന്നുള്ള നടപടി. അപ്പൊ അതിനകത്ത് ഒരു എസ്കലേഷൻ ഉണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടി കൂടുതൽ ഇന്ന് പാകിസ്ഥാന്റെ ആ നിലപാട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഭാരതം ഒരിക്കലും ഒരു മൊത്തം ഒരു വാറിലേക്ക് പോകാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് വേറെയാണ്. നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ആ രീതിയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില ഡിറ്ററൻസിന് ആവശ്യമുണ്ട്, ചില നീതിയുടെ ആവശ്യമുണ്ട്. ആ രീതിയിൽ സൈനിക നടപടി ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ കൂടെ മറ്റ് എന്താ പറയുക ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളോട് ചേർന്ന് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ അപ്രത്യക്ഷമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ആ രീതിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. നാളെ ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ചെയ്യുമ്പോഴേ മാത്രമേ നമുക്ക് അറിയാവൂ ഇതായിരുന്നു പ്ലാൻ ആൻഡ് ഇതാണ് അതിന്റെ എഫക്ട് എന്നുള്ളത്. തീർച്ചയായും മടങ്ങിയെത്താം. ശ്രീ മോഹൻ വർഗീസ്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള പ്രതികരണങ്ങൾ നോക്കുമ്പോൾ വല്ലാത്തൊരു അങ്കലാപ്പിലേക്ക് ആ രാജ്യം പോകുന്നുണ്ടോ? പറയാൻ കാരണം നമ്മളെടുത്ത നീക്കങ്ങൾ, ഡിപ്ലോമാറ്റിക് ലെവലുള്ള നീക്കങ്ങൾ തന്നെ ഇതിനോടകം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഒരു അങ്കലാപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അവിടെയുള്ള പ്രതികരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. ഇനിയുള്ള തയ്യാറെടുപ്പുകൾ സൈനികമായി നോക്കുമ്പോഴും ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഞങ്ങളെ അടിക്കാനുള്ള, അല്ലെങ്കിൽ 36 മണിക്കൂർ 76 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലൊക്കെ അടിക്കാനുള്ള സാധ്യതകളൊക്കെ പറയുമ്പോൾ പണ്ട് കണ്ട പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ ഇപ്പോഴത്തെ ദുർബലമായ അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ എല്ലാ തലത്തിലും പാകിസ്ഥാൻ ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണോ ശ്രീ മോഹൻ വർഗീസ്? ശ്രീ പ്രജീഷ്, പാകിസ്ഥാൻ ഏത് രീതിയിൽ നോക്കിയാലും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരു പാനിക് സിറ്റുവേഷൻ. പാകിസ്ഥാന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലെ 3 പേർ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയും 3 പേരുടെയും റിയാക്ഷൻസ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വന്ന റിയാക്ഷൻസ് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു റിയൽ പാനിക് സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇടപെടണം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയോട് സഹായം ആവശ്യപ്പെടുന്ന പാകിസ്ഥാനെയാണ് കാണുന്നത്. അതിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളുണ്ട്. ഷഹബാസ് ഷെറീഫ് രാത്രിയുടെ മറവിലാണ് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലെ വിളിച്ചുണർത്തിയെന്നുള്ള രീതിയിലാണ് സംസാരം. അതായത് രാത്രി 2 മണിക്ക് പാനിക്കായിട്ട് വിളിക്കുന്നു, പറയുന്നു 24 മണിക്കൂറിനുള്ളിൽ ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സംയമനം പാലിക്കണം എന്ന് ഭാരതത്തോട് ആവശ്യപ്പെടണം എന്ന രീതിയിലാണ്. അത് മാത്രമല്ല, ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായി അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ സംസാരിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇവിടെ ഒരു സംയമനം പാലിക്കണം എന്ന ഒരു താല്പര്യം യുണൈറ്റഡ് നേഷൻസ് പ്രകടിപ്പിക്കുമ്പോഴും UN-ന്റെ മുൻകാല ഒരു നടപടികൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലോ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലോ ഇപ്പോഴും ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് UN is a pale shadow of its illustrious past എന്ന് പലരും പറയാറുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് മാത്രമല്ല, ഈ വിഷയം ഇന്റർനാഷണലൈസ് ചെയ്യാൻ, കാശ്മീർ എന്ന വിഷയം അന്തർദേശീയവൽക്കരിക്കാൻ ഭാരതം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണല്ലോ സിംല കരാറിന്റെ അടിസ്ഥാനപരമായ ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് അതിന് നോക്കുക. അതിന് ശേഷം 1-2 സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു താക്കീത് പോലെ ഒരു പ്രശ്നം വഷളാക്കരുത് എന്ന തരത്തിലേക്ക് സ്റ്റേറ്റ്മെന്റ് കൂടി വരികയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളൊക്കെ സ്വാഭാവികമായും താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് നമ്മൾ ഏത് നിലയിൽ നമ്മൾ കാണേണ്ടി വരും? മറ്റൊന്ന് ചൈനയുടെ അവിടുത്തെ ഇപ്പോഴത്തെ ആ ഒരു മൗനവും, പിന്നീട് അവിടേക്ക് തുർക്കിയുടെ ഭാഗത്ത് നമ്മൾക്ക് ചില സ്ഥിരീകരിക്കപ്പെടുന്ന
വിവരങ്ങൾ അവിടെ നിന്നും വരുന്നു സഹായം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങൾക്കും അമേരിക്കയുടെ അടക്കം ഉള്ള ഈ നിലപാടുകളെയുമൊക്കെ ഏത് കോണുകളിലൂടെ നമുക്ക് വായിക്കേണ്ടി വരും? ഈ വിഷയത്തിൽ ശ്രീ ബ്രജേഷ്, ചൈനയെയും അമേരിക്കയെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിഗമനങ്ങളിലെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് വളരെ കരുതലോടുകൂടിയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനോ ഇന്ത്യക്കോ പ്രകടമായി ഒരു അനുകൂലം എന്ന നിലയിലല്ല അമേരിക്കയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അമേരിക്ക സ്ഥിതിഗതികൾ വാച്ച് ചെയ്യുകയാണ്, സംയമനം പാലിക്കണമെന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തോട് മാർക്കോ റൂബിയോ എന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു എന്നതാണ്. അത് മാത്രമല്ല, ഇതൊരു പഴയ വിഷയമാണ്, 1000-1500 വർഷം പഴക്കമുള്ള വിഷയമാണ് എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് ട്രംപ് ഒഴിയുകയാണ്. അതായത് അവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ അതൊക്കെ തീർത്തോളും, അമേരിക്കയ്ക്ക് അതിനകത്തെ നേരിട്ട് കാര്യമില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് വരുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാരതം വലിയ ഭാവി വളർച്ചാ സാധ്യതയുള്ള രാജ്യം, വലിയ തോതിലുള്ള കച്ചവടം നടത്തേണ്ട രാജ്യം എന്ന നിലയിൽ ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായി മുൻകാലങ്ങളിലുള്ള അമേരിക്കൻ നിലപാടുകൾ പോലെ ആയിരിക്കില്ല. അതേസമയം ഉടനടി ഒരു സഹായവുമായി അമേരിക്ക ഓടിയെത്തും എന്ന് പ്രതീക്ഷിക്കുന്നത് മൗഢ്യമായിരിക്കും. നമ്മൾ ക്വാഡിലെ സഖ്യരാജ്യമാണ് അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ ചതുർരാഷ്ട്ര സഖ്യമാണ്. പക്ഷേ അതൊരു സൈനിക സഖ്യമല്ല, നാവിക സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ്. അതുകൊണ്ട് ആ രീതിയിൽ നാവികമായി അമേരിക്ക ഇന്ത്യയെ സഹായിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ 71 യുദ്ധത്തിൽ 7ാം കപ്പൽപ്പട ബംഗ്ലാദേശ് ഉൾക്കടലിൽ തമ്പടിച്ചപ്പോൾ ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വളരെ വളരെ വലിയൊരു ബിൽഡപ്പാണ് നടന്നത്. ആ രീതിയിലുള്ള ഒരു അമേരിക്കൻ സാന്നിധ്യവും ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് കരുതാനാവില്ല. അതേസമയം ചൈനയുടെ ഭാഗത്ത് ഇപ്പോൾ ചൈന കാര്യമായ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നില്ല എങ്കിലും പാകിസ്ഥാന്റെ ലൈനിൽ തന്നെയാണ് ചൈനയിൽ സംസാരിക്കുന്നത്. ഈ വിഷയം, പഹൽഗാം വിഷയത്തിൽ അന്വേഷണം, അന്താരാഷ്ട്ര ഏജൻസികൾ ഇടപെട്ട് അന്വേഷണം നടത്തണം. ഇത് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയോടും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു പ്ലോയാണ്, ഇതൊരു വ്യാജ ആരോപണമാണ്. പാകിസ്ഥാൻ നേരിട്ടോ അല്ലാതെയോ ഇതിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം എന്ന് പറയുന്നത് ഉടനടിയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഒന്നാന്തര മാർഗമാണ് ടൈം ഡിലേയിങ് ടാറ്റിക്സ്. അതുകൊണ്ട് സ്ഥിതിഗതികളൊന്ന് തണുക്കുന്നതുവരെ ശാന്തത തുടരേണ്ട ആവശ്യം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് ശരിയായ ഒരു ഭീതിയിലൂടെയാണ് ഒരു ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഭീതിയിൽ കൂടെ തന്നെയാണ് പാകിസ്ഥാൻ പോകുന്നത്. എല്ലാ റിയാക്ഷൻസും കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്ന പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നിന്ന് വന്ന എല്ലാ റിയാക്ഷൻസും അതാണ് സൂചിപ്പിക്കുന്നത്. വലിയ വായിൽ സംസാരിച്ചിരുന്ന പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ അതായത് അങ്ങനെ വാളെടുത്ത് ഇറങ്ങിയവരാണ് കൊലവിളി നടത്തിയവർ ഇപ്പോൾ നിലവിളിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ഡിനി, ഇനിയിപ്പോൾ നമുക്കറിയാം പഴയ സ്റ്റെപ്പ് പോലെയല്ല. പണ്ട് 2016 അല്ലെങ്കിൽ 19 ഉറി, ബലാക്കോട്ട്, ആ തിരിച്ചടികൾക്ക് അപ്പുറത്തേക്ക് അതിനെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ നോക്കുന്നത്? ഒരു വളരെ വൈകാരികമായി, അന്നത്തെക്കാളും വളരെ വൈകാരികമായി നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം സിവിലിയൻസ് ആണ്, മുറിവേറ്റ 28 കുടുംബങ്ങൾ, അനാഥമാക്കപ്പെട്ട കുടുംബങ്ങൾ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ആപ്റ്റായിട്ട് എടുക്കുക ഉടനടി. കാരണം 22-ാം തീയതി നടന്ന സംഭവം, ദിവസങ്ങൾ ഇത്രയും കടന്നു പോയിരുന്നു എന്നൊരു വികാരം അല്ലാത്ത തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം പിന്തുണ കൊടുക്കുകയാണ്. രാജ്യം ഒരേ മനസ്സോടുകൂടി എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുകയാണ്, സൈനിക തലവന്മാരെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ പണ്ടത്തെ തിരിച്ചടിക്ക് അപ്പുറത്തേക്ക് ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ? കാരണം ഒരു സിവിലിയൻ പോലും, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ, യുദ്ധമോ തിരിച്ചടിയായാലും അവിടെ ഒരു സിവിലിയൻ പോലും നമുക്കുണ്ടായതുപോലെ അവിടെ ഉണ്ടാകരുതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങപ്പെടാനും പാടില്ല. അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരു പക്ഷേ ഇന്ത്യയെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കപ്പെടും ഭാവിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏത് രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരിക്കാം ഇന്ത്യ സമീപിച്ചിരിക്കുക അല്ലെങ്കിൽ തയ്യാറാക്കിയിരിക്കുക? ശ്രീ പ്രജീഷ്, ഇതിനകത്ത് ഞാൻ കാണുന്നത് ഇത് ഇന്ത്യ ഒരു മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് മാത്രം നിൽക്കാൻ അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലേക്ക് ആയിരിക്കത്തില്ല ഇപ്രാവശ്യം കാണുന്നത്. ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള, അതായത് ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി നമ്മളെ 26 കുടുംബങ്ങൾക്ക് നീതി കിട്ടണം, ഭാരതത്തിന് നീതി കിട്ടണം. പക്ഷെ അതിലപ്പുറം ഒരു ലോങ് ടേം ആയിട്ടുള്ള, അതിനാണ് ഈ സിന്ധു നദീ കരാറൊക്കെ സസ്പെൻഡ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മരവിച്ചു എന്ന് പറയുന്നതൊക്കെ ഒരു ലോങ് ടേം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു സൈനിക നടപടിയും. ചിലപ്പോൾ ഒരു നടപടി കൊണ്ട് മാത്രം നിൽക്കാൻ സാധ്യത കാണത്തില്ല. ചിലപ്പോൾ പിന്നെയും രീതിയിലായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ അത് പാകിസ്ഥാന്റെ എങ്ങനായിരിക്കും അവരുടെ റിയാക്ഷൻ അനുസരിച്ചായിരിക്കും മുന്നോട്ട് പിന്നീട് പോവുക. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സൈക്കിൾ ഓഫ് വയലൻസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഭാരതത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇവർ വന്ന് ചെയ്യുന്നത് നിർത്തണമെങ്കിൽ അത് പാകിസ്ഥാൻ സൈന്യത്തിന്
എഫക്ട് ചെയ്താൽ മാത്രമേ നിൽക്കൂ. അതല്ലാതെ പാകിസ്ഥാൻ സൈന്യത്തിന് നമ്മൾ തൊടാതെ ഈ ഭീകരവാദി ക്യാമ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിന്നാൽ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിരിക്കത്തില്ലെന്നാണ് ഞാൻ കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ഭയം പാകിസ്ഥാൻ ആർമിക്ക് അവർക്കുള്ളത് ഇത് തന്നെയാണ്. അവർക്കറിയാം അവരെ ടാർഗറ്റ് ചെയ്യുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നുള്ള പ്രാവശ്യവും നമ്മൾ പാകിസ്ഥാൻ സൈന്യത്തിനല്ല ടാർഗറ്റ് ചെയ്തത്, നമ്മൾ ടെറർ ക്യാമ്പ്സിനെയാണ് ടാർഗറ്റ് ചെയ്തത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. വീണ്ടും ഒരു മുംബൈ അറ്റാക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളം സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്രാവശ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോങ് ടേം ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു പാകിസ്ഥാനിലെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാനാണ്, അതായത് ബിഹേവിയറൽ ചേഞ്ച് ആണ് ആ സ്റ്റേറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ബിഹേവിയറൽ ചേഞ്ച് വരണമെങ്കിൽ പാകിസ്ഥാൻ ആർമിയിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെയുള്ള ചേഞ്ച് വരണം. അപ്പൊ അവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും പ്രത്യക്ഷത്തിലൊന്നും വരത്തില്ലെങ്കിൽ തന്നെ അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കും. നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ആ രീതിയിലേക്കുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയാണ് അത് ഞാൻ അവിടെ ആളി കത്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ നമ്മൾ ഒരു എന്താ പറഞ്ഞ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തിന് ആ രീതിയിലാക്കണമെന്നാണ് എന്റെ ഒരു ഇത്. അതായത് അവരുടെ പ്രശ്നം ആദ്യം സോൾവ് ചെയ്യട്ടെ. അത്രമാത്രം പ്രശ്നം അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടാനുള്ള സമയം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള റിസോഴ്സസ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലേക്കും കൂടെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു സ്ട്രാറ്റജി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഓവറോൾ ഒരു കാര്യം സംശയമില്ലാത്തതാണ്, അതായത് ഒരു വിസിബിൾ ആയിട്ട്, അതായത് കാണുന്ന രീതിയിലുള്ള ഒരു സൈനിക നടപടി തന്നെയാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത്. കാരണം എന്നാലേ നമ്മളെ രാജ്യത്ത് ഒരു നീതി നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വരുത്തുള്ളൂ എന്ന് ആണ് നമ്മൾ ഈ സമയം വരെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായും അതാണ് ഡിന്നി പറഞ്ഞതുപോലെ നമ്മൾ അസാധാരണമായ ഒരു സൈനിക വിന്യാസമാണ് അതിർത്തിയിൽ കാണാൻ കഴിയുന്നത്. എല്ലാ സേനാ വിഭാഗങ്ങളും സുസജ്ജമാണ്. ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ സൈനികരൊക്കെ തന്നെ നിൽക്കുന്നു. അങ്ങനെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള നീക്കങ്ങൾ അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. 4 മണിയോടുകൂടി തന്നെ ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടാകും. അപ്പോഴൊക്കെയുള്ള സൂചനകൾ നമുക്ക് ഏകദേശമൊക്കെ ലഭ്യമായിരിക്കും. ഇന്ത്യയുടെ ലൈൻ എങ്ങോട്ടാണ് എന്നുള്ളത്. ഇടവേള എടുത്ത ശേഷം അതിവേഗം തിരികെ എത്താം. പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജം എന്ന വിഷയമാണ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ മോഹൻ വർഗീസ്, ഒരു യുദ്ധത്തിൻ്റെയും റിസൾട്ട് സമാധാനമല്ല, ഉന്മൂലനമാണ്, അശാന്തിയാണ് എന്നൊക്കെ നമുക്കറിയാം. നമ്മളതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മറ്റ് നിവൃത്തികളോ ഒന്നുമില്ലാത്തൊരു ഘട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു അറ്റാക്ക് നമ്മൾ കണ്ടത് ഒരു ലാർജ് സ്കെയിലിലേക്ക് പോകാതെ ഒരു അറ്റാക്ക് ഒരു തിരിച്ചടി നൽകിയ ശേഷം മറ്റ് മാർഗങ്ങൾ, ഈ പറഞ്ഞതുപോലുള്ള ഉപരോധങ്ങൾ, നേരത്തെ ഡിന്നി പറഞ്ഞതുപോലെ അവിടെ ഒരു വഷളാക്കുക സാഹചര്യം എന്നല്ലെങ്കിൽ കൂടി നമുക്കെന്നും നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ, രാഷ്ട്രത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് പ്രതിരോധത്തിൻ്റെ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും വേണം. ഉപരോധമടക്കം ഘടിപ്പിക്കണം. മറ്റ് ഡിപ്ലോമാറ്റിക് ലെവലിൽ എങ്ങനെയൊക്കെ ഈ അവസ്ഥയെ കൈകാര്യം ചെയ്യാമോ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? കാരണം കൂടുതൽ ഉപരോധങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് ചേരുമ്പോഴും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. നയതന്ത്രം അവസാനിക്കുന്നിടത്ത് യുദ്ധം തുടങ്ങുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവിടെ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് ഇനി സാധ്യത ഉടനടിയില്ല. കാരണം ഷിംല കരാർ ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി കരാറുകളിൽ നിന്നും പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്മാറിയപ്പോൾ ഈ വിഷയം ഇനി സംസാരത്തിലൂടെ പരിഹരിക്കാനാവില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൂടിയ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷായും അതുപോലെ രാജ്നാഥ് സിംഗും എല്ലാം തന്നെ സേനാ തലവന്മാരുമായി സംസാരിച്ച ഒരു ക്രക്സ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളിൽ സൈന്യത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സിവിലിയൻ നേതൃത്വം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഒന്ന്, ഒരു തിരിച്ചടി ആവശ്യമാണ് എന്ന് രാജ്യം കരുതുന്നു. അത് മാതൃകാപരമായിരിക്കണം, ശക്തമായിരിക്കണം, പ്രതീകാത്മകമായിരിക്കണം, അത് ശാശ്വതമായിരിക്കണം. അതുകൊണ്ട് ഇറ്റേണൽ ഫലമുണ്ടാകുന്ന ഒരു തിരിച്ചടിയാണ് ഒന്ന്. 2, ഇന്ത്യക്ക് ഒരു രാജ്യമെന്ന നിലയിൽ ജനങ്ങൾക്കും ഗവൺമെന്റിനും സർക്കാരിനും രാഷ്ട്രീയ ഭേദമന്യേ സൈന്യത്തിലുള്ള വിശ്വാസം അരക്കെട്ടുറപ്പിക്കുന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈന്യം സിവിലിയൻ കൺട്രോളിലാണെങ്കിലും അതത് സമയത്തെ നീക്കങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ് ആക്രമണം നടത്തേണ്ടതെന്ന പൂർണ്ണമായ തീരുമാനമെടുക്കാൻ സൈനിക നേതൃത്വത്തിന്
ഭാരതം അനുമതി കൊടുത്തിരിക്കുക, രാഷ്ട്രീയ നേതൃത്വം അനുമതി കൊടുത്തിരിക്കുകയാണ്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസം അനവധി മീറ്റിങ്ങുകളാണ്. പാർലമെന്റ് ഇപ്പം ക്യാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതി, അതിനുശേഷം ക്യാബിനറ്റിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, അതുമാത്രമല്ല സ്പെഷ്യൽ ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ് എന്ന രീതിയിലുള്ള സമ്മേളനം, ഇതെല്ലാം തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുകയും എൻഡോഴ്സ് ചെയ്യുകയും അന്തിമ അനുമതി നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ്ട് 4 മണിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകത്തിന് അറിയാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പായും ഒരു സൈനിക നീക്കത്തിലേക്ക് നീങ്ങും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഈ സമയത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിന് ബാലക്കോട്ടോ നടന്നതിന് സമാനമോ അല്ലെങ്കിൽ ഉറി ആക്രമണത്തിന് മറുപടി എന്ന രീതിയിൽ നടന്നതോ ആയ ഒരു ലിമിറ്റഡ് സ്കെയിൽ അറ്റാക്കാണ് ഉണ്ടാകുന്നത്, അതോ കര, നാവിക, വ്യോമസേനകൾ എല്ലാം തന്നെ പങ്കെടുക്കുന്ന സമാനതകളില്ലാത്ത ഒരു പൂർണ്ണ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണോ എന്നതിൽ മാത്രമാണ് ഡിബേറ്റ്. അതുകൊണ്ട് ഇത് ശാശ്വതമാക്കണം. നേരത്തെ കേണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ എന്നും യുദ്ധത്തിലേക്ക് നമുക്ക് പോകാനാവില്ല. അതുകൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആർമിയുടെ ഭാഗത്ത് മയപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെ നമ്മൾ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോഴും ആർമി ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സുരക്ഷിതമായി നിൽക്കുകയാണ്. അവർക്ക് വേദനിക്കും, ആർമിക്ക് വേദനിക്കും, സൈന്യത്തിന് വേദനിച്ചെങ്കിൽ മാത്രമേ പാകിസ്ഥാന്റെ രീതിശാസ്ത്രത്തിൽ മാറ്റം വരൂ എന്ന അവസാനമായി ശ്രീ മോഹൻ വർഗീസ് സമയക്കുറവുകൊണ്ടാണ്. എസ് ഡിന്നി, അതായത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഓരോ കാലഘട്ടങ്ങളിലും ഇച്ഛാശക്തിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, അത് സൈനിക തലത്തിലായാലും ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അങ്ങേയറ്റം പോവുക എന്ന ലെവലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ഈ വിരട്ടലുണ്ടല്ലോ, ആണവായുധം കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ 2 രാജ്യങ്ങളും സമാന അവസ്ഥയിൽ ഈ ആണവായുധത്തിന്റെ ആയുധങ്ങളുടെ കാര്യത്തിൽ നിൽക്കുമ്പോൾ ഏത് രീതിയിലുള്ള അറ്റാക്ക് നമ്മൾ തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കണം. ഒപ്പം ആ രീതിയിലുള്ള ഒരുപാട് ഡിപ്ലോയ്മെന്റ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഡിന്നി? അതെ, തീർച്ചയായിട്ടും. നോക്കൂ, ഈ ആണവായുധം എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ അത് പഴയ ഒരു രീതിയാണ്. അതായത് ഞങ്ങളിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ആക്ച്വൽ യൂട്ടിലിറ്റി ഇതുവരെ ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഭാരതത്തിന്റെ പോലത്തെ ഉള്ള സിസ്റ്റം അല്ല പാകിസ്ഥാന്റെ ഉള്ളത്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഉള്ള ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യം, അതായത് ഭാരതത്തിന്റെ കര, വായു, ഇനി സമുദ്രത്തിൽ കൂടെയും നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാപ്പബിലിറ്റി ഒന്നും പാകിസ്ഥാനില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റഡ് പോളിസിയാണ്, നമ്മൾ ആദ്യം ന്യൂക്ലിയർ ബോംബ്സ് ഒന്നും ഉപയോഗിക്കില്ല. പക്ഷെ നമ്മളെ ഏരിയയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മാസീവ് റിറ്റാലിയേഷൻ എന്ന് പറയുന്നത്, അതായത് ആ ജോഗ്രഫി അവിടെ പാകിസ്ഥാൻ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ എന്താ പറയുക, ഒരു യുദ്ധം കാലം വരുമ്പോൾ പാകിസ്ഥാൻ സൈന്യം അവരുടെ പൊളിറ്റീഷ്യൻസ് കൊണ്ട് പറയിപ്പിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇത് ശ്രദ്ധ ലോകരാജ്യങ്ങളിൽ പിടിക്കണം. അപ്പൊ ലോകരാജ്യങ്ങൾ പറയും, അയ്യോ 2 ന്യൂക്ലിയർ ബോംബ് കൺട്രീസ് ആണ്, അപ്പൊ നിങ്ങൾ യുദ്ധമൊന്നും ചെയ്ത് ഒരു സമാധാനത്തിലേക്ക് പോകൂ എന്നാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പം നമ്മളും കണ്ടു കഴിഞ്ഞു, ലോകരാജ്യങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതൊന്നും കൊണ്ട് നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത് അതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ആ ന്യൂക്ലിയർ ബോഗി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ എയർഫോഴ്സ് ഉപയോഗിച്ചു തന്നെ അത് കഴിഞ്ഞു. ഇപ്പം ഇതിന് ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാത്ത ഒരു രീതിയാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തന്നെയും. അത് ന്യൂക്ലിയർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെയിലും ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. യെസ്, അതാണ് എസ് ഡിനെയും മോഹൻ വർഗീസും വിലയിരുത്തിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതാണ് എല്ലാവരെയും സംബന്ധിച്ചോളം അടുത്ത നിർണായകമായ ചോദ്യം. ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ തിരിച്ചടിക്കാൻ സൈന്യം സജ്ജമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നിർണായക യോഗങ്ങളും നീക്കങ്ങളുമാണ് ഡൽഹിയിൽ നടക്കുന്നത്. അത് 4 മണിയോടുകൂടി തന്നെ വാർത്താസമ്മേളനത്തിലൂടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. വളരെയധികം നന്ദി അതിഥികൾക്ക്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.